എന്ന് കേൾക്കുന്നു. അതാണ് ഒരു സന്തോഷം അല്ലെ. നമ്മൾക്കൊക്കെ പക്ഷെ പറയാം അതൊരു തെറ്റല്ല, അതൊരു കുറവല്ല. മനുഷ്യ സഹജം വിഷയങ്ങൾക്ക് പുറകെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, അതിനെ നേടുക, നേടി കഴിയുമ്പോൾ അത് വേണ്ട വെക്കുക, പിന്നെ അടുത്തതിലേക്ക് പോവുക, അത് നേടുക, നേടി കഴിയുമ്പോൾ വേണ്ടാന്ന് വെക്കുക. ഇതിനൊരു അറുതി വരുമ്പോ നിന്നിടും ദൃക്ക് പോൽ ഉള്ളം. അവസാനം ജീവൻ എന്ത് തോന്നും? ജീവന് മനസ്സിലാകും വിഷയങ്ങളുടെ പുറകെ പോകുന്ന ലോകമല്ല വലുത്. ജീവൻ ഇങ്ങനെ നിശ്ചലമാകും. ഇനി അതൊന്നും എനിക്ക് വേണ്ട, ഇനി അതൊന്നും എന്നെ തൃപ്തിപ്പെടുത്തില്ല, ഇനി അതൊന്നും എന്നെ സംതൃപ്തിപ്പെടുത്തില്ല. എനിക്ക് ഇനി വേണ്ടുന്നത്, ജീവൻ നിശ്ചലമാകുന്നത് എപ്പോഴാണ്? ഓട്ടങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നത് എപ്പോഴാണ്? ഈശ്വരനിൽ എത്തുമ്പോഴാണ്. അവിടെയാണ് ജീവൻ അസ്പന്ദമാകുന്നത്. സ്പന്ദം എന്ന് പറഞ്ഞാൽ എന്താ? ചലനം. അസ്പന്ദം എന്ന് പറഞ്ഞാലോ ചലനമറ്റിരിക്കും. ഇനി ഒരു ആഗ്രഹവും ഇല്ല. ഈശ്വരനിൽ എത്തുമ്പോ, ഗുരുവിന്റെ അടുത്ത് എത്തുമ്പോ ഇനി ആഗ്രഹങ്ങളില്ല, എല്ലാം കഴിഞ്ഞു. അതാണ് ഒന്നൊന്നായി ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്ന ഒരു അർത്ഥം പറയണോ. ഇതിനൊക്കെ നിരവധിയായ അർത്ഥങ്ങളുണ്ട്. ഈ ദൃക്ക്, ദൃശ്യം എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ പറയാൻ തന്നെ മണിക്കൂറുകൾ വേണം. അതൊന്നും നിങ്ങൾ പറയണ്ട, ഒരുപാട് അറിഞ്ഞാൽ പിന്നെ പഠിക്കൂല. ഇച്ചിരി ഇങ്ങനെ ഒന്ന് അറിഞ്ഞാൽ മതി. ഇത്രയേ ഉള്ളൂ. ഈ ലൗകികമായ സുഖങ്ങളുടെ പുറകെ നടന്ന് കുറെ കഴിയുമ്പോൾ ഇതിൽ നിന്നല്ല യഥാർത്ഥമായ സുഖം കിട്ടുന്നത് എന്നറിയുമ്പോൾ ജീവൻ ഈശ്വരനിൽ ചലനമറ്റു നിൽക്കും. എന്തുപോലെ? ഒരു വണ്ടിന്റെ ചിറകടി നാദം നിലയ്ക്കുന്നത് പോലെ. വണ്ട് വരുമ്പോ ഒരു മൂളക്കം കേൾക്കാറില്ലേ? അത് വണ്ടിന്റെ വായിന്ന് വരുന്ന ശബ്ദമല്ല, പകരം എന്താണ്? വണ്ടിന്റെ ചിറകടിയുടെ ഒച്ചയാണ്. ചിറകടി നിനതമാണ്. അപ്പൊ ആ വണ്ട് അത്രയും സ്പീഡിലാണ് അതിന്റെ ചിറക് കടന്ന് കറങ്ങുന്നത്. അത് ചിറകടി നിർത്തുന്നത് എപ്പോഴാ? നല്ല മധുവുള്ള ഒരു താമരപ്പൂവിന്റെ ഉള്ളിലേക്ക് ചെന്നിരുന്ന് ഈ മധു ഇങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങുമ്പോ ഈ വിമാനം ലാൻഡ് ചെയ്യണ പോലെ ആളെന്ത് ചെയ്യും? പതുക്കെ 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 ഈ ചിറകിനെ ഒതുക്കി 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 ഒരു ചലനവും ഇല്ലാതിരിക്കും. ആ വണ്ടാണ് സൂര്യസുഗന്ധി എന്ന് ഗുരു വേറൊരിടത്ത് വിളിച്ചത്. തെല്ലാരിൽ വീട് മധു ഉണ്ടാരവിക്കും ഒരു വണ്ടാണ് സൂര്യസുഗന്ധിയും നിന്നിൽ അസ്പന്ദമാകുന്ന ജീവനും ഒന്ന് തന്നെയാണ്. ഈ രണ്ടാമത്തെ പദ്യത്തിന് ഇത്രയും അർത്ഥം മതി. ഒരു തിരക്കില്ലേ? ആയിക്കോട്ടെ. ബ്രേക്കിന്റെ സമയമാണ്. അറ്റൻഡൻസ് അവിടെ രജിസ്റ്റർ ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിനെ സംബന്ധിച്ച് ഒരു രചന നടത്തുവാൻ പറഞ്ഞിരുന്നല്ലോ. ഉണ്ടെന്നവരുണ്ടോ? ഉണ്ടെന്നവര് ഇവിടെ അത് ചേച്ചിയെ ലഭിക്കണേ. അവിടെ രണ്ട് ബിന്ദു ചേച്ചിയുണ്ട്, അവരെ ലഭിക്കണം. രണ്ടുപേരും ഞാൻ ഈ പറയുന്ന പേരുകൾ ഉള്ള ആളുകൾ അവരുടെ റെസിപ്റ്റ് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. രാജു ടി വി കാരാപ്പുഴ, ആഷ്ലി സന്തോഷ് ആയിക്കാട്, വിദ്യാശ്രീകുമാർ അമേന്ദു, അമ്പിളി സന്തോഷ് ആനക്കല്ല്, ദേവപ്രിയ ആകാനം, മലയാളത്തിലേക്ക് വരുമ്പോൾ തന്നാലും കഴിഞ്ഞാലും വ്യത്യാസം. സംസ്കൃത ശബ്ദങ്ങളിലെ ശരിക്കും നഗാരാണെന്നൊക്കെയാണ്.
നബൂല്